പോപ്പുലർ ന്യൂസ് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രസിദ്ധമായ മൂന്നിയൂർ കോഴിക്കളിയാട്ട മഹോത്സവം ഇന്ന് നടക്കുകയാണ്. ഉത്സവത്തോടനുബന്ധിച്ച് രാത്രിയിലും കഴിഞ്ഞ ദിവസം തിരുവോരങ്ങൾ ജനനിബിഡമായിരുന്നു. മൂന്നിയൂർ കളിയാട്ട മഹോത്സവത്തിലെ പ്രധാന ഉത്സവമായ കോഴിക്കളിയാട്ടം ഇന്ന് നടക്കുകയാണ്. ഈ സീസണിലെ മലബാറിലെ ഉത്സവങ്ങളിലെ അവസാന ഉത്സവമായാണ് മൂന്നിയൂർ അമ്മാഞ്ചേരി ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന കളിയാട്ട ഉത്സവം. മലബാറിലെ വിവിധ ദേശങ്ങളിൽ നിന്നും കുരുത്തോലയും മുളയും ഉപയോഗിച്ച് ഉണ്ടാക്കിയ പൊയ്ക്കുതിരയുമായാണ് ദേശക്കാർ ഉത്സവത്തിനെത്തുക. കൂടാതെ ഭഗവതി ക്ഷേത്ര പരിസരത്ത് കോഴിക്കുരുതിയും ഉത്സവത്തോടനുബന്ധിച്ച് നടക്കും. കളിയാട്ട മഹോത്സവം മതമൈത്രിയും സാഹോദര്യവും വിളിച്ചോതുന്ന ഉത്സവമെന്ന നിലയിലും കാർഷികേതര ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്ന കാർഷിക ചന്ത നടക്കുന്നതിനാലും കളിയാട്ട മഹോത്സവം ഏറെ പ്രസിദ്ധമാണ്. അമ്മാഞ്ചേരി ഭഗവതിയെ കളിയാട്ടക്കാവിൽ കുടിയിരുത്തപ്പെട്ടത് മമ്പുറം തങ്ങളാണെന്നാണ് ഐതിഹ്യം. മമ്പുറം തങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് വെള്ളിയാഴ്ച കളിയാട്ട മഹോത്സവം നടത്തുന്നതെന്നും പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ പൊയ്ക്കുതിരയുമായി കാവിലേക്ക് വരുന്ന ഭക്തജനങ്ങൾ ആദ്യം മമ്പുറം മക്കാം പള്ളിയിലും പ്രസിദ്ധമായ മുട്ടിച്ചിറ പള്ളിയിലും പ്രദക്ഷിണം നടത്തി കാണിക്ക അർപ്പിച്ച ശേഷമാണ് കളിയാട്ടക്കാവിലേക്ക് എത്താറുള്ളത്. കളിയാട്ടത്തിൻ്റെ ഭാഗമായി മുട്ടിച്ചിറ മുതൽ കളിയാട്ടമുക്ക് വരെ പാതയോരത്ത് നടക്കുന്ന കാർഷിക ചന്തയിൽ തലേ ദിവസമായ വ്യാഴാഴ്ച രാത്രി വളരെ വൈകിയും ജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. കളിയാട്ട ഉത്സവത്തോടനുബന്ധിച്ച് താനൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വൻ സുരക്ഷാ സന്നാഹമാണ് ഒരുക്കിയിട്ടുള്ളത്. ഗതാഗത തടസ്സം നേരിടാതിരിക്കുന്നതിനു വേണ്ടി തിരൂരങ്ങാടി പോലീസിൻ്റെ നേതൃത്വത്തിൽ വാഹനങ്ങൾ വിവിധ വഴികളിലൂടെ തിരിച്ചുവിടുകയാണ്. ചരിത്രപ്രസിദ്ധമായ കളിയാട്ട മഹോത്സവത്തിൻ്റെ പ്രധാന ചടങ്ങാണ് ഇന്ന് നടക്കപ്പെടുന്നത്. കളിയാട്ടക്കാവിൽ നിന്നും പോപ്പുലർ ന്യൂസിന് വേണ്ടി അഷ്റഫ് കളത്തിങ്ങൽപ്പാറ.